പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയ്ക്ക് ചില സംശയങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. കാരണം നമ്മുടെ ഓഫീസിലെ അഭി കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നതും പിന്നെ അവന്തികയുമായിട്ട് ആദ്യത്തേതിനേക്കാൾ അടുപ്പം കൂടിയതും നവ്യയ്ക്ക് സംശയം ഇടയാക്കുകയാണ്. എന്നിട്ട് നവ്യ ചിന്തിക്കുന്നുണ്ട്, ഇവനെ ഡേവിഡ് സാറ് എൻ്റെ ആ ഒരു റെക്കമെൻഡിൽ മാത്രമല്ല സെലക്ട് ചെയ്തത് എന്നുള്ളത് ഉറപ്പാണ്. ഇവനുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി നമ്മളൊക്കെ തിരയുന്നത് പോലെ ആ ഒരാൾ ഏഞ്ചലറിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ അഭിയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ? പല വർഷങ്ങൾ കഴിയുന്തോറും ഓരോ ബന്ധങ്ങൾ അഭിക്ക് ചുറ്റുമുള്ളത് കൂടി വരികയാണല്ലോ. അങ്ങനെ വന്നതാണല്ലോ ചന്തുമോളും അനഘയും. ഇനി അതല്ലാത്ത വേറെ എന്തെങ്കിലും ബന്ധം ഇവർക്ക് ചുറ്റിലും ഉണ്ടോ എന്നുള്ള ഒരു സംശയമൊക്കെ കൂടി വരികയാണ്. എന്നിട്ട് ഈ ഒരു ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ആൾ ആരാണ് എന്നുള്ളത് കൂടുതൽ കണ്ടെത്തണം. ഇപ്പോൾ ഈ ഒരു കിങ് കോബ്ര എന്നുള്ള ആ ഒരു പേര് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അയാൾ ആരാണ് എന്നുള്ളതും, എന്തായാലും ഒരു ഓഫീസിലെ ഉദ്യോഗസ്ഥനാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയലുകളും കാര്യങ്ങളും ആളുടെ ഡീറ്റെയിൽസും ഒക്കെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഡേവിഡ് സാർ ഇല്ലാത്ത സമയം നോക്കി അവരുടെ ക്യാബിനിൽ കയറിയിട്ട് ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരിക്ക് അത് കൈമാറിയിട്ട് ആദർശേട്ടന് എത്തിച്ചു കൊടുക്കാൻ അവർക്ക് ഏറെ സഹായകമാവുകയും അവരുടെ വഴി കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും. അത് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചേ പറ്റുകയുള്ളൂ, എടുക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് നവ്യ ഓഫീസിലോട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് നവ്യ എത്തുന്ന സമയത്ത് ഡേവിഡ് സാറ് ഓഫീസിലിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ചെല്ലുന്നത് അവിടേക്കാണ്. അങ്ങനെ സാറിന് എവിടെയോ പോകാനുണ്ട് എന്നുള്ളത് പറഞ്ഞ് കേട്ടായിരുന്നല്ലോ, സാറ് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ പോകുന്നുണ്ട്, എനിക്ക് ചില തിരക്കുകളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ പോകും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ വരികയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവ്യ ഏകദേശം സമയം പോകുന്നതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ആ ഒരു സമയത്ത് ഓഫീസിൽ കയറി പറ്റാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ്. അങ്ങനെ പിന്നീട് ഡേവിഡ് സാറ് പറഞ്ഞ ആ ഒരു സമയമായപ്പോൾ അയാൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു തക്കം നോക്കിയിട്ടാണ് നവ്യ ഓഫീസിലോട്ട് കയറുന്നത്. എന്നിട്ട് അവിടെയുള്ള ഫയലുകളൊക്കെ ആകെ അരിച്ച് പെറുക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് ആദ്യമൊന്നും ഷെൽഫിൽ നിന്നും ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നീട് തൊട്ടപ്പുറത്തുള്ള ഒരു ഷെൽഫ് തപ്പുന്ന സമയത്താണ് ഒരു കിങ് കോബ്ര എന്നുള്ള ഒരു പേരിൽ ഒരു ഫയൽ കാണാനിടയാകുന്നത്. അങ്ങനെ അത് ഓപ്പൺ ചെയ്യാനിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡേവിഡ് അങ്ങോട്ടേക്ക് വരുന്നത്. കാരണം ഡേവിഡ് ഒരു ഫയൽ എടുക്കാൻ മറന്നതിനെ തുടർന്നിട്ട് അത് എടുക്കാനായിട്ട് വരുന്ന സമയത്താണ് നമ്മുടെ നവ്യ അവിടെ നിന്ന് തപ്പുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ ആ ഒരു സംശയം തോന്നുകയാണ്, ഇവളെന്തിനാണ് എൻ്റെ ക്യാബിനിൽ കയറിയിട്ട് ഞാനില്ലാത്ത സമയം നോക്കിയിട്ട് ഫയലുകളൊക്കെ തപ്പി തിരയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അകത്തോട്ട് വരുന്ന സമയത്താണ് ഡോർ തുറക്കുന്ന സൗണ്ട് നവ്യ കേൾക്കുന്നതും മെല്ലെ ഒരു ഐഡിയയിൽ ഇങ്ങനെ എന്തോ തിരയുന്നതായിട്ടും, എന്നിട്ട് ഡേവിഡ് സാർ ഇത്രയും പെട്ടെന്ന് വന്നോ, ഞാനൊരു കാര്യം തിരയുകയായിരുന്നു, എന്നോട് ഇവിടെയുള്ള സ്റ്റാഫ് ഏൽപ്പിച്ചതായിരുന്നു, അത് തിരയാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്, സാറിനെ കിട്ടിയിട്ടില്ലെങ്കിൽ സാറിനെ വിളിക്കാമെന്ന് കരുതി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പരിങ്ങി നിൽക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ പോയി കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്ത് അത്യാവശ്യമാണ് വന്നത്? അതിനും പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ് ഇവിടെ ചെയ്ത് തീർക്കാനുള്ളത്? പിന്നെ ഞാനുള്ളപ്പോൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ മതി, അല്ലാതെ ഇവിടെ കയറിയാണ്ട് ആരും അധികാരം കാണിച്ച് തപ്പിയെടുക്കേണ്ട കാര്യമില്ല. എന്ത് ഫയലാണെങ്കിലും എന്നോട് അനുവാദം ചോദിച്ചിട്ട് വേണ്ട ഇവിടെ തിരയാൻ, ഞാനത് എവിടെ ഇരിപ്പുണ്ട് എന്നുള്ളത് നിനക്ക് പറഞ്ഞു തരുമല്ലോ, പിന്നെ നീ എന്തിനാ അത് തപ്പി തിരയുന്നത്? അതിനുള്ള റൈറ്റ്സ് ഒന്നും നിനക്ക് തന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഡേവിഡ് പറഞ്ഞ് ചൂടാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്തോ സാറ് ഇങ്ങനെയൊന്നും പെരുമാറുമെന്ന് കരുതിയിട്ടില്ല, കാരണം അത്രയും സ്നേഹത്തോടെയും ഒക്കെയാണല്ലോ എൻ്റെ അടുത്ത് നിന്നിരുന്നത്, ഒരു മകൾ എന്ന രീതിയിലാണല്ലോ സാർ നിന്നിരുന്നത്, അതുകൊണ്ടാണ് ഞാനൊരു ഫ്രീഡം എടുത്ത് തിരിഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ എന്ത് ആവശ്യമാണ് നിനക്കുള്ളത്, എന്ത് ഫയലാണ് നിനക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ മാളവിക പറഞ്ഞു, ഇവിടെ അവൾ ചെയ്തു കൊടുത്ത എന്തോ ഡിസൈൻ ഇരിപ്പുണ്ട് എന്നുള്ളത്, ആ ഒരു ഡിസൈനിൽ എന്തൊക്കെയോ മാറ്റം വരുത്താനുണ്ട് എന്നും പറഞ്ഞു, പുതിയ ഐഡിയ എന്തോ മനസ്സിൽ വന്നെന്നും പറഞ്ഞു. അപ്പോൾ അത് എടുത്ത് ഞാൻ തരാലോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്, അല്ലാതെ എനിക്ക് മറ്റു ഉദ്ദേശങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഡേവിഡിനോട് പറയുകയാണ്. എന്നിട്ട് പതുക്കെ നവ്യ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഡേവിഡിന് ചില സംശയങ്ങളൊക്കെ വരികയാണ്. എന്നാലും ഇവൾ ഇത്രയും ഒരു കാര്യം സീരിയസ് ആയിട്ട് തിരയുന്നത് പോലെയാണ് മുഖഭാവം കണ്ടിട്ട് തോന്നിയത്. ഇവൾക്ക് അത് ഇവിടെ തിരയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എന്നെ വിളിച്ചാൽ ഞാൻ അത് മാളവികയ്ക്ക് എത്തിച്ചു കൊടുക്കുമല്ലോ, പിന്നെ ഇതെന്തിനാണ് ഇവൾ ഇങ്ങനെ തിരയുന്നത് എന്നൊക്കെ ഡേവിഡ് ഇങ്ങനെ ചിന്തിക്കുകയാണ്.